കേരള PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള 100-ലധികം ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഓരോ ചോദ്യങ്ങളും എഴുതി വെച്ച് പഠിക്കാൻ ശ്രദ്ധിക്കുക. ആദ്യ ചോദ്യം, പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിക്കപ്പെട്ട വർഷം എപ്പോഴാണ്? 1951. പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിക്കപ്പെട്ട വർഷം 1951. 1951 ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. എങ്കിലും ഓർത്തിരിക്കാൻ വേണ്ടി ഒന്നുകൂടെ പറയാം. നമ്മുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951 ഏപ്രിൽ 1 ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല അല്ലെങ്കിൽ കൂടുതൽ പ്രാധാന്യം നൽകിയ മേഖല ഏതൊക്കെയായിരുന്നു? കൃഷിയും ജലസേചനവുമായിരുന്നു. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല അല്ലെങ്കിൽ പ്രാധാന്യം നൽകിയ മേഖല കൃഷിയും ജലസേചനവുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് കാർഷിക പദ്ധതി. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. അതുപോലെ ഹരോൾഡ് ഡോമർ മോഡൽ എന്ന പേരിൽ അറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയും ഏതാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. നമ്മുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ വ്യക്തി ഒരു മലയാളിയാണ്. ആരാണ് അദ്ദേഹം? KN രാജാണ് അല്ലെ. അതായത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി അല്ലെങ്കിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? KN രാജാണ്. ഈ ചോദ്യങ്ങളൊക്കെ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? M വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് M വിശ്വേശ്വരയ്യയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം മുഖ്യ ലക്ഷ്യമായി പ്രഖ്യാപിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം മുഖ്യ ലക്ഷ്യമായി പ്രഖ്യാപിച്ച പഞ്ചവത്സര പദ്ധതി അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ്. നമ്മുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ശ്രീമതി ഇന്ദിരാഗാന്ധി 20 പരിപാടികൾ നടപ്പിലാക്കിയത് ഈ ഒരു അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ശ്രീമതി ഇന്ദിരാഗാന്ധി 20 പരിപാടികൾ നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതുപോലെ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഈ ഒരു അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. ഈ ഒരു ചോദ്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 1936 ഇലക്ട്രിസിറ്റി സമരം നടന്നത് എവിടെയാണ്? തൃശൂർ ജില്ലയിലാണ് അല്ലെ. 1936 ഇലക്ട്രിസിറ്റി സമരം നടന്നത് തൃശൂരാണ്. ഈ ഒരു ചോദ്യത്തിൽ 2 ചോദ്യങ്ങളുണ്ട് അല്ലെ. ഒന്ന് ഏതാണ്? ഇലക്ട്രിസിറ്റി സമരം നടന്ന വർഷം എപ്പോഴാണ്? 1936 ഇലക്ട്രിസിറ്റി സമരം നടന്ന സ്ഥലം എവിടെയാണ്? തൃശൂരാണ്. ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് കേരളത്തിലെ കീഴരിയൂർ ബോംബ് കേസ്? ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് സ്ഫോടനം നടന്ന ജില്ല ഏതാണ്? കോഴിക്കോടാണ് അല്ലെ. കീഴരിയൂർ ബോംബ് കേസ് നടന്ന ജില്ല കോഴിക്കോടാണ്. നമുക്കറിയാം ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം 1942. അതുമായി ബന്ധപ്പെട്ട കീഴരിയൂർ ബോംബ് കേസ് നടന്നതും ഏത് വർഷമാണ്? 1942 തന്നെയാണ്. 1932 ഭരണഘടനാ പരിഷ്കാരങ്ങളോടുള്ള പ്രതിഷേധമായി തിരുവിതാംകൂറിൽ ആരംഭിച്ച സമരം ഏതാണ്? നിവർത്തന പ്രക്ഷോഭമാണല്ലേ. 1932 ഭരണഘടനാ പരിഷ്കാരങ്ങളോടുള്ള പ്രതിഷേധമായി തിരുവിതാംകൂറിൽ ആരംഭിച്ച സമരമാണ് നിവർത്തന പ്രക്ഷോഭം. നമ്മുടെ PSC ഒക്കെ രൂപീകൃതമാവാൻ കാരണമായ പ്രക്ഷോഭം തന്നെ ഏതാണ്? ഈ ഒരു നിവർത്തന പ്രക്ഷോഭമാണ്.
PSCയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം ഏതാണ്? നിവർത്തന പ്രക്ഷോഭമാണ്. നടന്ന വർഷം 1932 ഈ ഒരു നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആരാണ്? സി കേശവനാണ്. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവനാണ്. ഈ പറയുന്ന ഓരോ ചോദ്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. എവിടെയെങ്കിലും നോട്ട് ചെയ്തോ എഴുതി വെച്ചോ പഠിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ കൊണ്ടുവന്നത് ആരാണ്? ജെ തോംസൺ ആണ്. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ കൊണ്ടുവന്നത് അല്ലെങ്കിൽ പ്ലം പുഡിംഗ് മോഡൽ അവതരിപ്പിച്ചത് ആരാണ്? ജെ തോംസൺ ആണ്. എട്ടാമത്തെ ചോദ്യം, ആധുനിക പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഹെൻറി മോസ്ലി ആണ്. ആധുനിക പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെൻറി മോസ്ലി ആണ് അല്ലെ. പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് മെൻഡലീവ് ആണ്. ചോദ്യം ശ്രദ്ധിക്കണം. ആധുനിക പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്നാണ് ചോദ്യമെങ്കിൽ ആരാണ്? ഹെൻറി മോസ്ലി ആണ്. എന്നാൽ പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്ന് മാത്രമാണെങ്കിൽ ആരാണ്? മെൻഡലീവ് ആണ്. പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് മെൻഡലീവ് ആണ്. ഒമ്പതാമത്തെ ചോദ്യം, ഓക്സിജൻ വാതകം കണ്ടുപിടിച്ചത് ആരാണ്? ജോസഫ് പ്രീസ്റ്റ്ലി ആണ്. ഓക്സിജൻ വാതകം കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്റ്റ്ലി ആണ്. ക്യുക്ക് സിൽവർ എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? ക്യുക്ക് സിൽവർ എന്നറിയപ്പെടുന്ന ലോഹം മെർക്കുറിയാണ് അല്ലെ. ക്യുക്ക് സിൽവർ എന്നറിയപ്പെടുന്ന ലോഹം മെർക്കുറിയാണ്. 11ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ഓസോൺ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 16 പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? നമ്മുടെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ ആണ് അല്ലെ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ ആണ്. നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? അത് നൈട്രജൻ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം നൈട്രജൻ ആണ്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ്? അത് ഓക്സിജൻ ആണ് അല്ലെ. ശരീരത്തിലാണെങ്കിൽ ഓക്സിജൻ ആണ്. അന്തരീക്ഷത്തിലാണെങ്കിൽ ഏതാണ്? നൈട്രജൻ ആണ്. പ്രപഞ്ചത്തിലാണെങ്കിൽ ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജനെ കണ്ടെത്തിയ സയന്റിസ്റ്റ് ആരാണ്? ഹൈഡ്രജനെ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജനെ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ്. ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകവും ഹൈഡ്രജൻ ആണ്. അടുത്ത ചോദ്യം, കാഴ്ചയെക്കുറിച്ചുള്ള ബോധം ഉളവാക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? സെറിബ്രമാണ്. കാഴ്ചയെക്കുറിച്ചുള്ള ബോധമുളവാക്കുന്ന തലച്ചോറിലെ ഭാഗം സെറിബ്രമാണ്. നമ്മുടെ കാഴ്ച മാത്രമല്ല, ബുദ്ധി, ചിന്ത, ഭാവന, ഓർമ്മ ഇതൊക്കെയുമായി ബന്ധപ്പെട്ട ബോധമുളവാക്കുന്ന തലച്ചോറിലെ ഭാഗം ഏത് തന്നെയാണ്? സെറിബ്രം തന്നെയാണ്. ഏതൊക്കെയാണ്? കാഴ്ച, ബുദ്ധി, ചിന്ത, ഭാവന ഇതൊക്കെയുമായി ബന്ധപ്പെട്ടത് സെറിബ്രമാണ് അല്ലെ. പെയിൻ കില്ലേഴ്സ് ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ്? പെയിൻ കില്ലേഴ്സ് ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം തലാമസ് ആണ്. പെയിൻ കില്ലേഴ്സ് ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം തലാമസ് ആണ്. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത്? പീനിയൽ ഗ്രന്ഥിയാണ്. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന ഗ്രന്ഥി പീനിയൽ ഗ്രന്ഥിയാണ്. മലമ്പനിക്ക് കാരണമാകുന്ന രോഗാണു ഏതാണ്? പ്രോട്ടോസോവയാണ്. മലമ്പനിക്ക് കാരണമാകുന്ന രോഗാണു പ്രോട്ടോസോവയാണ്. ചതുപ്പ് രോഗം, അതുപോലെ ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നിങ്ങനെ അറിയപ്പെടുന്ന രോഗമാണ് മലമ്പനി. മലമ്പനിക്ക് കാരണമാകുന്ന രോഗാണു പ്രോട്ടോസോവയാണ്. മലമ്പനി അറിയപ്പെടുന്ന പേരുകൾ ഏതൊക്കെയാണ്? ചതുപ്പ് രോഗം, അതുപോലെ ബ്ലാക്ക് വാട്ടർ ഫീവർ. ഇങ്ങനെ അറിയപ്പെടുന്ന രോഗം മലമ്പനിയാണ്.
പ്രോട്ടോസോവയാണ് മലമ്പനിക്ക് കാരണമായ രോഗാണു. 19ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം എപ്പോഴാണ്? 1950 ജനുവരി 26. അന്നാണ് നമ്മൾ എന്താഘോഷിക്കുന്നത്? റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നത് അല്ലേ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം 1950 ജനുവരി 26. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അവകാശം ആർക്കാണ്? ഇന്ത്യൻ പാർലമെന്റിനാണ്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അവകാശം ഇന്ത്യൻ പാർലമെന്റിനാണ്. നമ്മുടെ ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നുമാണ്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നുമാണ് ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. നമ്മുടെ ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 368 ആണ്. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ അല്ലെങ്കിൽ വകുപ്പ് ഏതാണ്? വകുപ്പ് 368 ആണ് അല്ലേ. അടുത്ത ചോദ്യം, ഭരണഘടനയിൽ 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? പൗരത്വത്തെക്കുറിച്ചാണ്. ഭരണഘടനയിൽ 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ ഏതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? പൗരത്വത്തെ കുറിച്ചാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് തൊട്ടുകൂടായ്മ ഇല്ലാതാക്കിയിരിക്കുന്നത്? ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 17 പ്രകാരമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് തൊട്ടുകൂടായ്മ ഇല്ലാതാക്കിയിരിക്കുന്നത്? ആർട്ടിക്കിൾ 17 ആണ്. നമ്മുടെ ഈ ഒരു ആർട്ടിക്കിൾ 17ന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യം വിളിച്ച് പാസാക്കിയ ഭരണഘടനയിലെ ഒരേ ഒരു അനുച്ഛേദമാണ് ഏത്? അനുച്ഛേദം 17 അഥവാ ആർട്ടിക്കിൾ 17. മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യം വിളിച്ച് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പ് ആർട്ടിക്കിൾ 17 ആണ്. തൊട്ടുകൂടായ്മ ഇല്ലാതാക്കിയിരിക്കുന്നത് ഈ ഒരു ആർട്ടിക്കിൾ പ്രകാരമാണ്. 24ാമത്തെ ചോദ്യം, സ്വത്തവകാശം ഇപ്പോൾ എന്ത് അവകാശമാണ്? എന്തവകാശമാണ്? നിയമാവകാശമാണ്. സ്വത്തവകാശം ഇപ്പോൾ നിയമാവകാശമാണ്. നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് സ്വത്തവകാശം എന്തായിരുന്നു? നമ്മുടെ മൗലിക അവകാശങ്ങളിൽ ഒന്നായിരുന്നു. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് സ്വത്തവകാശം എന്തായിരുന്നു? മൗലിക അവകാശങ്ങളായിരുന്നു. എന്നാൽ 44ാം ഭരണഘടനാ ഭേദഗതി 1978 എന്താക്കി? സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തു. 1978 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത് നിയമാവകാശമാക്കി മാറ്റിയത് അല്ലേ. അടുത്ത ചോദ്യം, പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദി ഏതാണ്? സിന്ധു ആണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദി സിന്ധു ആണ്. അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി ഏത് തന്നെയാണ്? സിന്ധു തന്നെയാണ്. അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദി, പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു. പാകിസ്ഥാന്റെ ജീവരേഖ, അതുപോലെ പാകിസ്ഥാന്റെ ദേശീയ നദി എന്നൊക്കെ അറിയപ്പെടുന്ന നദിയാണ് സിന്ധു നദി. നമ്മുടെ ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഗംഗയാണ്. ഇന്ത്യയുടെ ദേശീയ നദി ഗംഗയാണ്. 28ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? മുംബൈ ആണ്. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈ ആണ്.
അടുത്ത ചോദ്യം, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? കുന്തിപ്പുഴയാണ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയാണ്. 30ാമത്തെ ചോദ്യം, ചെന്തുരുണി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. ചെന്തുരുണി വന്യജീവി സങ്കേതം കൊല്ലം ജില്ലയിലാണ്. ഈ ചെന്തുരുണി വന്യജീവി സങ്കേതത്തിൻ്റെ പ്രധാന പ്രത്യേകത, ഈ വന്യജീവി സങ്കേതം അറിയപ്പെടുന്നത് ഒരു മരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിൻ്റെ പേരിലാണ്. ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് കൊല്ലം ജില്ലയിലെ ചെന്തുരുണി വന്യജീവി സങ്കേതം. 31ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ അണക്കെട്ട് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? ഏതാണ്? മുല്ലപ്പെരിയാർ അണക്കെട്ടാണ്. കേരളത്തിലെ ആദ്യ അണക്കെട്ട് മുല്ലപ്പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ്? മലമ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ്? മലമ്പുഴയാണ്. 33ാമത്തെ ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി ഏതാണ്? ദാമോദർ നദീതട പദ്ധതിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി ദാമോദർ നദീതട പദ്ധതിയാണ്. നാഗാർജുന സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കൃഷ്ണ നദിയാണ്. നാഗാർജുന സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി കൃഷ്ണ നദിയാണ്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഏതാണ്? ഹിരാക്കുഡ് അണക്കെട്ടാണ്. ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ നീളം കൂടിയ അണക്കെട്ടാണ് ഏത്? ഹിരാക്കുഡ് അണക്കെട്ട്. മഹാനദിയിലാണ് ഈ ഒരു ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഏത് സംസ്ഥാനത്താണ് ഈ ഒരു ഹിരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ പദ്ധതി ഏതാണ്? ഇന്ദിരാഗാന്ധി കനാലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ ഏതാണ്? ഇന്ദിരാഗാന്ധി കനാലാണ്. അടുത്ത ചോദ്യം, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 25-നാണ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25-നാണ്. ഇന്ത്യയുടെ ആദ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? സുകുമാർ സെന്നാണ്. ഇന്ത്യയുടെ ആദ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെന്നാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? 324-ാം വകുപ്പാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 324-ാം വകുപ്പാണ്. 40-ാം ചോദ്യം, വോട്ടിംഗ് പ്രായം 21-ൽ നിന്ന് 18-ആക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 61-ാം ഭരണഘടനാ ഭേദഗതിയാണ്. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്ന് 18-ആക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 61-ാം ഭേദഗതിയാണ്. 1988-ലാണ് 61-ാം ഭേദഗതി നടപ്പിലാക്കിയത്. 1988-ൽ. 41-ാം ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായ വർഷം എപ്പോഴാണ്? 1993 ഒക്ടോബർ 12-നാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12-നാണ്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനമായി നമ്മൾ ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 10 അല്ലെ? അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനം ആയി ആചരിക്കുന്നത് ഡിസംബർ 10. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്.
കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ് അല്ലേ. 44-ാം ചോദ്യം, കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ആരാണ്? ദീപക് സന്ധു ആണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ദീപക് സന്ധു ആണ്. 45-ാം ചോദ്യം, ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യ സ്ഥാപകൻ ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യ സ്ഥാപകൻ റോബർട്ട് ക്ലൈവ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. നമ്മുടെ ബംഗാളിലെ ആദ്യത്തെ ഗവർണറായിരുന്നു റോബർട്ട് ക്ലൈവ്. ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഗവർണറും റോബർട്ട് ക്ലൈവ് ആണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ബംഗാളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയ ഗവർണർ ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യ സ്ഥാപകൻ ആയി അറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതും ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. 46-ാം ചോദ്യം, ആധുനിക ഇന്ത്യയുടെ സ്രഷ്ടാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ആധുനിക ഇന്ത്യയുടെ സ്രഷ്ടാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭുവാണ്. നമുക്കറിയാം അല്ലേ, ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ ഗതാഗതം കൊണ്ടുവന്ന ഭരണാധികാരിയാണ് ഡൽഹൌസി പ്രഭു. ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ ഗതാഗതം കൊണ്ടുവന്ന ഭരണാധികാരി ഡൽഹൌസി പ്രഭുവാണ്. അതുപോലെ നമ്മുടെ ഇന്ത്യയിൽ ആധുനിക തപാൽ സംവിധാനം, അതുപോലെ ടെലിഗ്രാഫ് എന്നിവ ആരംഭിച്ച ഭരണാധികാരിയും ഡൽഹൌസി പ്രഭുവാണ്. ഏതൊക്കെയാണ്? ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ ഗതാഗതം കൊണ്ടുവന്നു, ആധുനിക തപാൽ സംവിധാനം, ടെലിഗ്രാഫ് എന്നിവ ആരംഭിച്ചു. ഇതൊക്കെ ചെയ്തതാരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം ഏതാണ്? ദത്തവകാശ നിരോധന നിയമമാണ്. ദത്തവകാശ നിരോധന നിയമം പാസാക്കിയ ഭരണാധികാരി ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭുവാണ്. ഈ ചോദ്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം, ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ ആരാണ്? റിച്ചാർഡ് വെല്ലസ്ലി ആണ്. ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ റിച്ചാർഡ് വെല്ലസ്ലി ആണ്. അദ്ദേഹമാണ് എന്ത് കൊണ്ടുവന്നത്? സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത് അല്ലേ. സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്ന ഭരണാധികാരി ആരാണ്? റിച്ചാർഡ് വെല്ലസ്ലി ആണ്. അദ്ദേഹമാണ് ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ചത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് ആരാണ്? ആദ്യം പറഞ്ഞു അല്ലേ, റോബർട്ട് ക്ലൈവ് ആണ്. 48-ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആരാണ്? കാനിങ് പ്രഭുവാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി കാനിങ് പ്രഭുവാണ്. നമുക്കറിയാം, ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ആ ദത്തവകാശ നിരോധനം പിൻവലിച്ചത് ആരാണ്? കാനിങ് പ്രഭുവാണ്. ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി കാനിങ് പ്രഭുവാണ്. അടുത്ത ചോദ്യം, ജലത്തിൽ ഏറ്റവും നന്നായി ലയിക്കുന്ന വാതകം ഏതാണ്? അമോണിയ ആണ്. ജലത്തിൽ ഏറ്റവും നന്നായി ലയിക്കുന്ന വാതകം അമോണിയയാണ്. 50-ാം ചോദ്യം, സ്വർണം ലയിക്കുന്ന ദ്രാവകം ഏതാണ്? അക്വാറീജിയ ആണ്. സ്വർണം ലയിക്കുന്ന ദ്രാവകം അക്വാറീജിയ. നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതുപോലെ നൈട്രിക് ആസിഡ്, ഇവ രണ്ടും
3:1 എന്ന അംശബന്ധത്തിൽ മിക്സ് ചെയ്താണ് അക്വാ റീജിയ നിർമ്മിക്കുന്നത്. ഏതൊക്കെ? ഹൈഡ്രോക്ലോറിക് ആസിഡ് അഥവാ HCl, അതുപോലെ HNO3 അഥവാ നൈട്രിക് ആസിഡ് എന്നിവ 3:1 3:1 എന്ന അംശബന്ധത്തിൽ എന്ത് ചെയ്യുന്നു? മിക്സ് ചെയ്യുന്നു. എന്നിട്ടാണ് സ്വർണം ലയിക്കുന്ന ദ്രാവകമായ അക്വാ റീജിയ നിർമ്മിക്കുന്നത്. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? ജോസഫ് ബ്ലാക്ക് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? ജോസഫ് ബ്ലാക്ക് ആണ്. അടുത്ത ചോദ്യം, ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് അക്വസ്റ്റിക്സ് എന്നാണ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്വസ്റ്റിക്സ് ആണ്. മനുഷ്യന്റെ അഥവാ നമ്മുടെ ശ്രവണ പരിധി എത്രയാണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ, അല്ലെങ്കിൽ 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെ എന്ന് പറയാം അല്ലേ. മനുഷ്യന്റെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. 20,000 ഹെർട്സിന് മുകളിലുള്ള ശബ്ദങ്ങൾ അല്ലെങ്കിൽ 20,000 ഹെർട്സിൽ ഉയർന്ന ശബ്ദങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അൾട്രാസോണിക് എന്ന പേരിലാണ്. 20,000 ഹെർട്സിൽ ഉയർന്ന ശബ്ദങ്ങൾ അറിയപ്പെടുന്നത് അൾട്രാസോണിക് എന്ന പേരിലാണ്. 56-ാം ചോദ്യം, ശബ്ദത്തിന്റെ വായുവിലൂടെയുള്ള വേഗത എത്രയാണ്? 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ശബ്ദത്തിന്റെ വായുവിലൂടെയുള്ള വേഗത 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 57-ാം ചോദ്യം, പ്രതിധ്വനി അഥവാ എക്കോ ഉണ്ടാകാൻ ആവശ്യമായ ദൂരം എത്രയാണ്? 17 മീറ്റർ ആണ്. പ്രതിധ്വനി ഉണ്ടാകാൻ ആവശ്യമായ ദൂരം 17 മീറ്റർ ആണ്. തിമിംഗലം, ആന, ജിറാഫ് എന്നിവ പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗങ്ങൾ ഏതാണ്? ഇൻഫ്രാസോണിക് ശബ്ദ തരംഗങ്ങളാണല്ലേ. 20 ഹെർട്സിൽ താഴെയുള്ള ശബ്ദ തരംഗങ്ങൾ അറിയപ്പെടുന്നതാണ് ഇൻഫ്രാസോണിക് ശബ്ദ തരംഗങ്ങൾ എന്നത്. നമ്മുടെ ആനയും ജിറാഫും തിമിംഗലവും ഒക്കെ പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗങ്ങൾ 20 ഹെർട്സിൽ താഴെയുള്ളവയാണ്. അവ അറിയപ്പെടുന്നത് ഇൻഫ്രാസോണിക് ശബ്ദ തരംഗങ്ങൾ എന്നാണ്. നമുക്കറിയാം 20,000 ഹെർട്സിന് മുകളിലുള്ള ശബ്ദ തരംഗങ്ങൾ അറിയപ്പെടുന്നത് അൾട്രാസോണിക് എന്നാണ് അല്ലെ. ഈ അൾട്രാസോണിക് ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന ജീവി, ഏറ്റവും പ്രധാനപ്പെട്ട ജീവി ഏതാണ്? വവ്വാലുകളാണല്ലേ. വവ്വാലുകൾ പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗങ്ങൾ അൾട്രാസോണിക് ആണ്. 59-ാം ചോദ്യം, ശബ്ദത്തിന്റെ തീവ്രതയുടെ യൂണിറ്റ് എന്താണ്? ഡെസിബൽ ആണ്. ശബ്ദത്തിന്റെ തീവ്രതയുടെ യൂണിറ്റ് ഡെസിബൽ ആണ്. 60-ാം ചോദ്യം, ജീവകം എന്ന പദം നാമകരണം ചെയ്തത് ആരാണ്? കാസിമർ ഫങ്ക് ആണ്. ജീവകം എന്ന പദം നാമകരണം ചെയ്തത് കാസിമർ ഫങ്ക് ആണ്. നമ്മുടെ കണ്ണിന്റെ പ്രവർത്തനത്തിനാവശ്യമായ വിറ്റാമിൻ ഏതാണ്? ജീവകം എ ആണ്. കണ്ണിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ എ ആണ്. എല്ലിന്റെ ബലത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? ജീവകം ഡി ആണ് അല്ലെ. എല്ലിന്റെ ബലത്തിന് ആവശ്യമായ വിറ്റാമിൻ ഡി ആണ്. ജീവകം സിയുടെ രാസനാമം എന്താണ്? അസ്കോർബിക് ആസിഡ്. ജീവകം സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ്. 64-ാം ചോദ്യം, കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ്? ജീവകം എ, ഡി, ഇ, കെ ആണ്. നേരത്തെ തന്നെ പലരും കോഡിലൂടെയൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാകും അല്ലെ. കൊഴുപ്പ് കേടാണ് എന്ന് ഓർത്താൽ മതി അല്ലെ. KEDA കേട എന്ന് ഓർത്ത് വെച്ചാൽ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഓർത്ത് വെക്കാം. 65-ാമത്തെ ചോദ്യം,
ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ്? ജീവകം ബിയും സിയുമാണ്. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ജീവകം ബിയും സിയുമാണ്. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം ഏതാണ്? ജീവകം കെ ആണ്. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന ജീവകം ജീവകം കെ ആണ്. ജീവകം സിയുടെ അപര്യാപ്തതാ രോഗം ഏതാണ്? സ്കർവിയാണ് അല്ലെ. ജീവകം സിയുടെ അപര്യാപ്തതാ രോഗം സ്കർവിയാണ്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? സ്കർവിയാണ്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം സ്കർവിയാണ്. ജീവകം സിയുടെ അപര്യാപ്തത മൂലമാണ് സ്കർവി ഉണ്ടാകുന്നത്. 68-ാം ചോദ്യം. ഷിക് ടെസ്റ്റ് ഏത് രോഗം നിർണയിക്കാൻ ഉപയോഗിക്കുന്നു? ഏത് രോഗം നിർണയിക്കാനാണ് ഷിക് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്? ഡിഫ്തീരിയ ആണ്. ഡിഫ്തീരിയ രോഗം നിർണയിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ഷിക് ടെസ്റ്റ്. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? പ്ലേഗ് ആണ്. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം പ്ലേഗ് ആണ്. 70-ാമത്തെ ചോദ്യം. കണ്ണിൻ്റെ ഉള്ളിൽ മർദ്ദം കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഗ്ലോക്കോമയാണ്. 71-ാമത്തെ ചോദ്യം. രാജകീയ രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? ഹീമോഫീലിയ. രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയയാണ്. 72-ാം ചോദ്യം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? എവിടെയാണ്? ശ്രീകാര്യത്താണ്. തിരുവനന്തപുരം ജില്ലയിലാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യം, തിരുവനന്തപുരം ജില്ലയിലാണ്. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. 74-ാം ചോദ്യം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡാണ്. അടുത്ത ചോദ്യം. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആർ മിശ്രയാണ്. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആർ മിശ്രയാണ്. ഇന്ത്യയിൽ വനമഹോത്സവം ആരംഭിച്ച വ്യക്തി ആരാണ്? കെ എം മുൻഷിയാണ്. ഇന്ത്യയിൽ വനമഹോത്സവം ആരംഭിച്ച വ്യക്തി കെ എം മുൻഷിയാണ്. 77-ാം ചോദ്യം. കേരളത്തിൽ ചന്ദനമരങ്ങൾ കാണപ്പെടുന്ന സ്ഥലം എവിടെയാണ്? എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. മറയൂറാണ്. കേരളത്തിൽ ചന്ദനമരങ്ങൾ കാണപ്പെടുന്ന സ്ഥലം മറയൂറാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? നീലഗിരിയാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവാണ് നീലഗിരി. 79-ാം ചോദ്യം. ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. മാത്രമല്ല നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഗോദാവരി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഗോദാവരിയാണ്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഒന്നാമത്തെ നദി ഏതാണ്? അത് ഗംഗയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗയാണ്. ഗംഗ ഏതൊക്കെ രാജ്യങ്ങളിലൂടെ ഒഴുകുന്നുണ്ട്? ഇന്ത്യയിലൂടെയും ബംഗ്ലാദേശിലൂടെയും ഒഴുകുന്നുണ്ട് അല്ലേ. ഗംഗ ഇന്ത്യയിലൂടെയും ബംഗ്ലാദേശിലൂടെയും ഒഴുകുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഗോദാവരി ഇന്ത്യയിലൂടെ മാത്രമാണ് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി
ഗോദാവരിയാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഗംഗയല്ല, ഗോദാവരിയാണ്. 80-ാം ചോദ്യം. സാൾട്ട് റിവർ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ലൂണി നദിയാണ്. സാൾട്ട് റിവർ എന്നറിയപ്പെടുന്ന നദി ലൂണി നദിയാണ്. ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര നദിയാണ്. ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. 82-ാമത്തെ ചോദ്യം. ഹിരാക്കുഡ് അണക്കെട്ട് ഏത് നദിയിലാണ്? നമുക്കറിയാം അല്ലെ, ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുഡ് അണക്കെട്ട്. ഹിരാക്കുഡ് അണക്കെട്ട് ഏത് നദിയിലാണ്? മഹാനദിയിലാണ്. ഒഡീഷ സംസ്ഥാനത്താണ്. 83-ാം ചോദ്യം. കുറുവ ദ്വീപ് ഏത് നദിയിലാണ്? ഏത് നദിയിലാണ്? കബനി നദിയിലാണ്. കുറുവ ദ്വീപ് കബനി നദിയിലാണ്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപാണ് കുറുവ ദ്വീപ്. കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപാണ് കുറുവ ദ്വീപ്. കുറുവ ദ്വീപ് ഏത് നദിയിലാണ്? കബനി നദിയിലാണ്. അടുത്ത ചോദ്യം. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. 1825 ആരാണ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത്? ആരാണ്? രാജാറാം മോഹൻ റോയ് തന്നെയാണ്. 1825 വേദാന്ത കോളേജ് സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. 86-ാമത്തെ ചോദ്യം. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരായിരുന്നു? കഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജനം നടന്ന വർഷം എപ്പോഴാണ്? 1905 ആണ്. ബംഗാൾ വിഭജനം നടന്ന വർഷം 1905 ആണ്. 1905 ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. 87-ാമത്തെ ചോദ്യം. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആര്? നേരത്തെ പറഞ്ഞതാണ് അല്ലെ, ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. അടുത്ത ചോദ്യം. സൈനിക സഹായ വ്യവസ്ഥ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. ഈ ഒരു ചോദ്യവും നമ്മൾ നേരത്തെ മറ്റൊരു ചോദ്യത്തിന്റെ അനുബന്ധ ചോദ്യമായി പറഞ്ഞതാണ് അല്ലെ. സൈനിക സഹായ വ്യവസ്ഥ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആരാണ്? വെല്ലസ്ലി പ്രഭുവാണ്. 89-ാമത്തെ ചോദ്യം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. 1917 ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ്. നടന്ന വർഷം 1917 ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോഖലെയാണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. 91-ാമത്തെ ചോദ്യം. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ വർഷം എപ്പോഴാണ്? 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ വർഷം 1936. 92-ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഔദ്യോഗികമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏതാണ്? മീററ്റാണ്. ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏതാണ്? മീററ്റാണ്.
ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം എപ്പോഴാണ്? 1857 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെയാണ്. 94-ാമത്തെ ചോദ്യം. കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത് ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. 1907 അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. 1907 അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. കവി തിലകൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവുമാരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. കവി തിലകൻ, അതുപോലെ കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നിങ്ങനെ അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് KP കറുപ്പൻ. അടുത്ത ചോദ്യം. ആത്മവിദ്യാ സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാ സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ജാതി നാശിനി സഭ രൂപീകരിച്ചത് ആരാണ്? ആനന്ദ തീർത്ഥനാണ്. ജാതി നാശിനി സഭ രൂപീകരിച്ചത് ആനന്ദ തീർത്ഥനാണ്. ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആനന്ദ മഹാസഭ സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. 98-ാമത്തെ ചോദ്യം. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച നേതാവ് ആരാണ്? മഹാത്മാ അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച നേതാവ് അയ്യങ്കാളിയാണ്. നമുക്കറിയാം, അയ്യങ്കാളി നടത്തിയ സമരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമരം ഏതാണ്? വില്ലുവണ്ടി സമരമാണ് അല്ലെ? വില്ലുവണ്ടി സമരം നടത്തിയ നേതാവ് അയ്യങ്കാളിയാണ്. വില്ലുവണ്ടി സമരം നടന്ന വർഷം എപ്പോഴാണ്? 1893 അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയ വർഷം 1893. അടുത്ത ചോദ്യം. ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പിയറി ഡി കുബർട്ടിനാണ്. ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പിയറി ഡി കുബർട്ടിനാണ്. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയ ആദ്യ ക്രിക്കറ്റ് താരം ആരാണ്? സച്ചിനാണ്. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയ ആദ്യ ക്രിക്കറ്റ് താരം സച്ചിനാണ്. 101-ാമത്തെ ചോദ്യം. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളി ആരാണ്? മാനുവൽ ഫെഡറിക് ആണ്. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? മാനുവൽ ഫെഡറിക് ആണ്. ഒളിമ്പിക്സിൽ ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? PT ഉഷയാണ്. ഒളിമ്പിക്സിൽ ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത PT ഉഷയാണ്. 102 ചോദ്യങ്ങളും അതോട് അനുബന്ധപ്പെട്ട മറ്റു ചോദ്യങ്ങളും അടക്കം 150 160 പ്ലസ് ചോദ്യങ്ങൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ചോദ്യങ്ങളും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നിങ്ങൾ മറ്റു PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഇതിലെ പല ചോദ്യങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നിങ്ങൾ കാണാത്ത ചോദ്യങ്ങളും ഉണ്ടാകും. എങ്ങനെയായാലും ഈ ചോദ്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഏകദേശം എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളും ഈ ഒരു ചെറിയ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു വീഡിയോ മുഴുവനായി കാണുക. അതുപോലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. ഗുഡ് ലക്ക് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു.